അരുൺ, എനിക്കിപ്പോ പറ്റില്ല, ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ നീ എന്തിനാണ് രാവിലെ ഇപ്പോൾ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് കിട്ടിയത്? ഞാൻ അരുണിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അരുൺ, ഞാൻ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തേനെ. അരുണിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുതിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യം വേണ്ടാന്ന് പറയാൻ എനിക്കും ഉണ്ട് അവകാശം. അരുൺ, ഞാൻ ബെഡിൽ ഒരു നോ പറഞ്ഞു എന്ന് വെച്ച് ഒരു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാൻ എന്തിനാ ഒഴിവാക്കുന്നത്? നിന്നെ ഞാൻ ആഹാരം ഉണ്ടാക്കാനല്ലല്ലോ കല്യാണം കഴിച്ചത്. വീട്ടുകാര്യം നോക്കാനാണെങ്കിലേ ഞാൻ വേലയ്ക്ക് ആളെ വെച്ചാൽ മതിയായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 മാസം ആവാറായി. ഞാൻ ഇതുവരെ നിന്റെ ദേഹത്തൊന്നും തൊട്ടിട്ട് പോലുമില്ല. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പല സമയം എന്റെ നിയന്ത്രണം വിട്ടുപോയിട്ടും ഞാൻ കൺട്രോളിൽ ഇരുന്നിട്ടുള്ളൂ. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? അതെങ്കിലും പറ. നീ എന്തിനാണ് എന്നെ കെട്ടിയത്? പുറത്ത് ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നതിൽ നീ 100 out of 100. പക്ഷെ സ്വകാര്യ നിമിഷങ്ങളിൽ വട്ടപ്പൂജ്യം. ശ്വേത, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഞാനൊരു പുരുഷനാണ്, അതിലുപരി ഒരു മനുഷ്യനും. അരുൺ, അത് ശ്വേത, എന്താ പ്രശ്നമെന്നെങ്കിലും നീ പറയേ പ്ലീസ്. നിനക്കൊന്നും പറയാനില്ല അല്ലേ? കാത്തിരുന്ന് കിട്ടിയ ഒരു പെണ്ണ്. നിന്നെ പെണ്ണ് കാണാൻ വന്ന നാള് മുതൽ ആദ്യ രാത്രി വരെ സ്വപ്നത്തിലെ കുട്ടിയെ കണ്ട സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ചോദിച്ചോണ്ടിരിക്കാനാണ് എന്റെ വിധി എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫുഡൊന്നും വേണ്ട ശ്വേത. നീ എന്താന്ന് വെച്ചാൽ കഴിക്കുകയെ ഇവിടെ ഇരിക്കുകയെ എന്തുവേണോ ചെയ്യും. അരുണേ, വാ കഴിക്കാം. ചേട്ടൻ കഴിച്ചോ? ചേട്ടാ, ഞാൻ പുറത്തുനിന്ന്. എന്താ ഭക്ഷണം കൊണ്ടുപോയത്? വൈഫിന് സുഖമില്ലേ? അതോ നീ വല്ല പണിയും പറ്റിച്ചാൽ? കല്യാണം കഴിച്ചതേ വലിയ പണിയായി പോകുന്ന വിചാരിച്ചിരിക്കുക ഞാനിവിടെ. എന്താടാ, നിങ്ങളൊന്നും വല്ല പ്രശ്നമുണ്ടോ? എന്തൊന്നും മിണ്ടാത്ത? ചേട്ടാ, പ്രശ്നമുണ്ട്, കുറച്ച് പേഴ്സണലാണ്. കേൾക്കും. നമ്മൾ അതിനെ വെട്ടി വിട്ടാ കേട്ടോ. വൈകിട്ട് ബൈ ബൈ. അപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല? അതല്ലേ അനുഭവത്താ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ചില സമയത്തെ അവള് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കും, ഈ സിനിമയിലൊക്കെ ഉള്ള പോലെ. ഞാൻ ഉപയോഗിക്കുന്ന സോപ്പിന് ഇത്രയും മണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു നിമിഷം. ആ ടൈമിൽ അവൾ പറഞ്ഞതൊക്കെ മറന്ന് ഞാൻ അറിയാതെ അവളെ ഒന്ന് തൊടാൻ പോകും. അപ്പോൾ അവളുടെ മുഖം ഒന്ന് ചേട്ടൻ കാണണം. ഏതോ മാറാരോഗമുള്ളവൻ വരുന്ന പോലെ അവൾ എന്നോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആ വഴിക്ക് പോകാറില്ല. എടാ മണിടാ, അവൾക്ക് സമയം വേണം, പ്രിപ്പയർഡ് അല്ല എന്നൊക്കെയാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എടാ, ഇത് അതൊന്നും അല്ലെന്നേ, ഇത് മറ്റേതാ. മറ്റേതോ? എടാ, ഒന്നുകിൽ അവൾ ലെസ്ബിയൻ, അല്ലെങ്കിൽ അവൾക്ക് വേറെ ഏതോ ഒരുത്തനുണ്ട്. ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും അവൾ നിൻ്റെ മുമ്പിൽ തലകുനിച്ച് തന്നത്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ സാധാരണമാണല്ലോ. എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നെല്ലും പതിരും ആദ്യമേ തിരിച്ചറിയുന്നതാണ് നല്ലത്. എന്തായിട്ടാ? ചേട്ടാ, മോള് സ്കൂളിൽ വിട്ടേക്കാണ്. വൈകിട്ട് ഇവിടെ ആക്കാനാണ് ഓട്ടോക്കാരനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. ശരി ശരി ശരി. എന്ത് ബുദ്ധിമുട്ട്. ശരി. പിന്നെ ചേട്ടാ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അവള് 2-3 ദിവസമായിട്ട് ഭയങ്കര ഗ്ലൂമി ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിള്ളേരല്ലേ സ്കൂളിൽ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി ശരി ശരി, ഞാൻ വിളിച്ചോ. ഓക്കെ. എടാ, ഒന്നുകിൽ അവൾ ലെസ്ബിയൻ, അല്ലെങ്കിൽ അവൾക്ക് വേറെ ഏതോ ഒരുത്തനുണ്ട്. ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും അവൾ നിൻ്റെ മുമ്പിൽ തലകുനിച്ച് തന്നത്. എടാ, എന്നാലും അവൾ പറയുന്നത് വിശ്വസിച്ച് നീ നിന്നല്ലോ.
ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നെല്ലും പതിരും ആദ്യമേ തിരിച്ചറിയുന്നതാണ് നല്ലത്. ദാ മോളി പാല് കുടിക്കും. അച്ഛനും അമ്മയും വരാനേ കുറച്ച് ലേറ്റ് ആവും. നോക്കെന്തെങ്കിലും വിഷമമുണ്ടോ? 2-3 ദിവസമായിട്ട് ഡള്ളാണല്ലോ ആള്. ഇല്ല. ഒന്നുമില്ല. എന്നാലേ ആൻറ്റി അങ്കിളിന് ചായ കൊടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബോർഡ് ഗെയിംസ് കളിക്കാം. ഓക്കെ, പാല് കുടിക്കും. ഇതാരും ചായ കുടിക്കും. ശ്വേത, സത്യം പറ, ആരാ അവൻ? ഏതവൻ? നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിന്നോട് ചോദിച്ചല്ലേ നിനക്ക് വല്ല അഫെയർ ഉണ്ടോന്ന്. ആദ്യ രാത്രിയിൽ നിന്റെ അവഗണന കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു. അപ്പോഴും ഞാൻ റെഡിയല്ല, പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നീ എന്നെ പറ്റിച്ചതാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും തീയതി തീരുമാനിച്ച് ഒളിച്ചോടാനുള്ള പ്ലാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നോട്, ഞാൻ കൊണ്ടാക്കി തരാം നിന്നെ. അരുൺ വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനെ ആരുമില്ല. എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ കല്യാണം നടന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ അരുണിനെ സ്വീകരിച്ചതും. അപ്പൊ അതല്ല അല്ലേ? അല്ല. പിന്നെ മറ്റേതാ? മറ്റതോ? ഈ ലെസ്ബിയൻ, അസെക്ഷൽ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ ഹെറ്ററോ തന്നെയാണ്. ഫിസിക്കൽ ഇൻറ്റിമസിക്ക് റെഡിയല്ല. സോ എനിക്ക് കുറച്ച് സമയം വേണം. എപ്പോഴാ? മൂക്കിൽ പല്ല് വരുമ്പോഴോ? എന്റെ ഒരു വിധി അല്ലാതെ എന്താ? ചേച്ചി എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. കള്ളം പറയല്ലേ. കരയാതെ ഇരുന്ന് ഞാൻ മുട്ടായി തരാം. ഞാൻ കരയുമ്പോഴാണ് ഒട്ടമാമ എനിക്ക് മുട്ടായി തരാറുള്ളത്. അതിന് മോൾ എന്തിനാ കരയുന്നത്? മാമൻ്റെ കൂടെ ഗെയിം കളിക്കുമ്പോൾ മോൾക്ക് വേണിക്കും, അപ്പം മോൾ കരയും. ഗെയിമോ? എന്ത് ഗെയിം? ആ, കണ്ണ് പൊത്തി എഴുതി ഗെയിം കളിക്കും. ഞങ്ങൾ മാത്രമേ കാണുള്ളൂ. എല്ലാത്തിനും അവസാനം ഞാൻ ജയിക്കും. അപ്പോഴും മാമ മുട്ടായി തരും. വാ മോളെ, മോളോട് ഗെയിം കളിക്കാൻ വേണ്ടി മാമൻ നേരത്തെ പ്ലേ ഇറക്കി. മോള് വാ, ഫ്രണ്ടിൽ വന്നിരിക്കും. ചേച്ചി സോറി ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയാണ് ചേച്ചി. ഈ പേരിലൊരു പ്രശ്നം ഉണ്ടാകില്ല ചേച്ചി. പ്രശ്നം ഉണ്ടാക്കല്ലെന്നോ? ചെയ്യുമ്പോൾ നിനക്ക് തോന്നില്ലടാ ഒരു കൊച്ചു കുട്ടിയെ? ചേച്ചി ഇത് വേണ്ട ചേച്ചി, ആരെങ്കിലും അറിഞ്ഞ പ്രശ്നം. പോലീസിനെ വിളിക്കും. ഇവന് ഇനി അവത്ത് നടന്നാ മതി. ചേട്ടന് ചേച്ചിക്ക് കുറച്ചും കൂടെ ഒക്കെ റെസ്പോൺസിബിൾ ആവാമായിരുന്നു എനിക്ക് തോന്നുന്നത്. ചേട്ടനോട് പറയണം ചേച്ചിയുടെ ജോലിയൊക്കെ മതിയാക്കിച്ചിട്ട് വീട്ടിലിരുന്ന് കുഞ്ഞിൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കാൻ. അവന് വീട്ടിൽ ഇരുന്നാൽ എല്ലാം ശരിയാവോ? എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് സംഭവിച്ചതോ? അതായിരുന്നു നമ്മൾ തമ്മിൽ ഈ അകൽച്ച. എനിക്ക് പേടിയാ. എനിക്കും ഇതുപോലൊരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. അരുൺ തൊടുമ്പോഴല്ല എനിക്ക് അയാൾ ഓർമ്മ വരും. അയാളുടെ നഖം കൊണ്ട് വേദനിച്ചത് ഓർമ്മ വരും. അതാ എനിക്ക് ഈ അറപ്പ്. നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറയായിരുന്നു. ഇതൊന്നും അറിഞ്ഞൂടാതെ ഞാൻ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിയത്. ഇവന്മാരെ ഒക്കെ കൊല്ലണം. ആരെയൊക്കെ കൊല്ലുമായിരുന്നു നീ? ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നെങ്കിൽ എനിക്ക് ട്യൂഷൻ സാർ ആയിരുന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. എല്ലാ ആണുങ്ങളും ഇതുപോലെ അല്ല. പക്ഷെ ചിലരുണ്ട്, അവരാണ് ശാപം. എനിക്ക് അരുണിനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നല്ല ഫാമിലി ലൈഫ് സ്വപ്നം കണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതും. ഫസ്റ്റ് നൈറ്റിൽ അരുണിനെ തൊട്ടപ്പോൾ എനിക്ക് വീണ്ടും എല്ലാം ഓർമ്മ വന്നു. പലപ്പോഴും ഞാൻ അരുണിനോടെല്ലാം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അതൊക്കെ ഓർത്തു പറയാൻ ശ്രമിക്കുമ്പം എനിക്ക് വീണ്ടും സങ്കടവും. ഐ എം സോറി. ശ്വേത, ഡോണ്ട് സേ സോറി. വിഷമിക്കാതെ, വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ശ്വേത, ഡോണ്ട് സേ സോറി. വിഷമിക്കാതെ, വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്.
വാതിലർക്ക്. ശ്വേത, രാവിലെ എണീക്കാൻ വയ്യ. മണി എത്രയെന്ന് അറിയോ? വാതിൽ തുറക്കാൻ. എന്താ ശ്വേത ഇത്? മണി എത്രയെന്ന് അറിയാവോ? എണീറ്റ് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി കുളിച്ചേ. നിന്റെ വീട്ടിലെ ശീലങ്ങളൊന്നും ഇവിടെ നടക്കില്ല. എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. പിന്നെ പോകുമ്പോ പാ എവിടെയെങ്കിലും ഒതുക്കി വെച്ചോ, ആരും ചവിട്ടാതെ. ചവിട്ടി കഴിഞ്ഞാൽ ദോഷമാ. അമ്മ തറയിൽ പാ വിരിച്ച് കിടക്കാൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ പഴയ രീതികളല്ലേ അമ്മേ? പിന്നെ പിരീച്ച അശുദ്ധിയൊന്നും അല്ല. ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൊണ്ടു നടക്കുന്നതാ ദോഷം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ നല്ല വൃത്തിയോടും ശുദ്ധിയോടും നടന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഇതുവരെ ഐശ്വര്യം കിടന്നു വരാത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ടോ? അയ്യോ, എന്തുവാടി നീ ഇത് കാണിച്ചു വെച്ചിരിക്കണേ? നീ ഇന്നലെ ഇപ്പൊ തറയിലല്ലേ കിടന്നത്? ബെഡിലാണോ കിടന്നേ? എല്ലാം നശിപ്പിച്ചെന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു പെണ്ണായി പോയല്ലോടി നീ. ആ കട്ടിലും കറയാക്കി. എന്താ അമ്മ രാവിലെ കോഴി പോകുന്നതിന് മുമ്പേ തുടങ്ങിയോ മേളം? ഒന്ന് മനസ്സമാനം കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂ? വന്ന് കയറും മുമ്പ് അവൾ ധിക്കാരം കാണിച്ചു തുടങ്ങി. നീ കണ്ടോ? നീ കേട്ടതല്ലേ ഇന്നലെ ഞാൻ പറയണത് ബെഡിൽ കിടക്കരുതെന്ന്? കേട്ടായിരുന്നു. അതിന് എന്നിട്ട് എന്താ ഇപ്പൊ കാണിച്ചു വെച്ചേക്കുന്നേ? നോക്ക്, നീ അത് നോക്ക്. ഇനി അതൊക്കെ ആര് വൃത്തിയാക്കും? കഴുകി കളഞ്ഞാ പോരെ, ഞാൻ കഴുകിക്കോളാം. എടാ, നീ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ല. അമ്മയൊന്ന് വെപ്രാളം പിടിക്കാതിരിക്കുവോ? ഞാനാണ് അവളുടെ അടുത്ത് മേലെ കയറി കിടക്കാൻ പറഞ്ഞത്. ഈ സമയത്ത് തണുപ്പ് അടിച്ച് നടുവേദന വന്നാ അത് ശരിയാവില്ല അമ്മ. അവൾക്ക് ഇപ്പോഴേ നല്ല പെയിൻ ഉണ്ട്. ഓ, ഈ പാവൊക്കെ നീ എങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കും? ഉഫ്, എന്റെ ദൈവമേ. അമ്മ, എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ? അരുണിന് ജോലിക്ക് പോണം. ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത് നീ കാണുന്നില്ലേ? ഈ സമയത്തേ നീ ആണുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കിക്കൂടാ. നീ പുറത്തെ പണി എന്തെങ്കിലും ചെയ്, ഇത് ഞാൻ ചെയ്തോളാം കേട്ടോ. ഞാൻ കുളിച്ചമ്മ. ഇനി മുറ്റത്തിറങ്ങി ജോലി ചെയ്താ ദേഹമൊക്കെ പൊടിയാവൂലേ? ഓ, അപ്പൊ കെട്ടിലമ്മ ചമഞ്ഞിരിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നത്? പോയി പുറത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നോക്കു വച്ചേ. ശ്വേത, ഞാനവിടെ പിച്ചിയും തുളസിയും കറിവേപ്പിലയൊക്കെ തൈ നട്ടിട്ടുണ്ട്. അതിലൊന്നും പോയി തൊട്ടേക്കരുതേ, കരിഞ്ഞു പോവും. അതൊക്കെ ചെറിയ തൈയാണെങ്കിൽ ഞാൻ എങ്ങനെ കാണാനമ്മ? ഇതാ കുഴപ്പം. ദോഷം വരുത്തി വെക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതാ പലരുടെയും വീട് മുടിയുന്നത്. എൻ്റെ അമ്മയൊക്കെ ഈ സമയം റൂമിന് പുറത്ത് പോലും ഇറക്കത്തില്ലായിരുന്നു. ഞാനൊക്കെ ചാക്കിൽ കിടന്നാ വളർന്നത്. എൻ്റെ അമ്മ എന്നെ മറ്റൊരു വീട്ടിലേക്ക് വിട്ടപ്പോഴേ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെയാ വിട്ടത്. പക്ഷെ നിന്റെ കാര്യത്തിൽ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ? നീ ഈ സമയത്ത് ഇവിടെ നിന്നാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളൊരു കാര്യം ചെയ്, ഒന്നും ചെയ്യണ്ട. റൂമിൽ പോയൊന്ന് ഇരിക്കോ. റൂമിൽ കിടന്നുറങ്ങിയ വീണ്ടും കുളിക്കേണ്ടി വരും, അതോർത്തോ. കഷ്ടമാണ്. അതെ, ഞാൻ മറ്റേ സാധനങ്ങൾ മേടിക്കാൻ പോയി വഴിക്ക് ഇതും കൂടെ വാങ്ങി താമച്ചോ. ഇതെന്താ പൊതിന്? ഇത് പാഡ് പാഡ്. ഇതാണ് ഒളിച്ചു കൊണ്ടുവന്നത്. അരുൺ എന്തിനാ ഇതൊക്കെ വാങ്ങിക്കാൻ പോയത്? അതിനിപ്പോ എന്താ ആണുങ്ങൾ പോയി പാഡ് വാങ്ങിക്കുന്നത്? ഈ കാലത്ത് അത്ര വലിയ വിഷയമൊന്നുമില്ല. അതല്ല, ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. കപ്പാ യൂസ് ചെയ്യാറ്. കപ്പും? അതെന്താ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. എന്തായാലും എനിക്ക് വേണ്ട. പിന്നെ ശ്വേത, അമ്മ ഈ പറയുന്നതും കാണിക്കുന്നതൊന്നും നീ അത്ര കാര്യമായിട്ട് എടുക്കരുത്. പഴയ ആളല്ലേ, അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പഴയ ആചാരങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. പിന്നെ ഫുഡ് ഉണ്ടാക്കിയ ഇനി കുറെ ദിവസത്തേക്ക് അമ്മയാണ് ഇവിടെ അല്ല, എന്നെ അടുക്കളയ്ക്ക് കിട്ടില്ല. ശരി, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കുക കേട്ടോ. ശരി. ഇത് വലിയ ശല്യായല്ലോ. ഞാൻ പൂജയ്ക്ക് പോയി എടുത്തു വെച്ചത് സാരിയായിരുന്നു. അമ്മ ഇത് തറയിൽ കിടന്നുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാ. നിന്നോട് ആരാ ഇതൊക്കെ തൊടാൻ പറഞ്ഞത്? എനിക്കിങ്ങനെ ശല്യം ഉണ്ടാക്കല്ലേ.
താഴെ കിടക്കുകയില്ലേ, അഴുക്കാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാ. അയ്യോ, ഉപകാരം ചെയ്താലേ ഉപദ്രവം ചെയ്യല്ലേ. ഇനി ഭസ്മവെള്ളം തളിച്ചാലേ അത് ശുദ്ധിയാവും. അല്ല, ഈ ഹോട്ട് ബാഗ് കൊണ്ട് എങ്ങോട്ടാ നീ? വയറുവേദനിക്കുന്നു, അടുക്കളയിൽ ചൂടുവെള്ളം എടുക്കാൻ. അയ്യോ, അടുക്കള കയറില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ? അവിടെ ഇവിടെയും തൊട്ട് തുടക്കാതെ സ്വന്തം റൂമിൽ പോയിരിക്കും കുട്ടി. ഇത്ര പറഞ്ഞു കേൾക്കില്ല, നാശം. അമ്മമ്മേ, ഇതെന്തുവാ സാധനം? ഇത് ചേച്ചിയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയല്ലോ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? അത് മോക്ക് അറിയാൻ പ്രായമായിട്ടില്ല. അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ എൻ്റെ ക്ലാസ്സിലെ അപ്പുവിൻ്റെ അടുത്ത് ചോദിച്ചോളാം. എൻ്റെ കുഞ്ഞെ, ഇതൊന്നും ആണുങ്ങളോട് ചോദിക്കാൻ പാടില്ല. സമയമാകുമ്പോൾ എല്ലാം മോൾക്ക് തന്നെ മനസ്സിലാവും. അതെപ്പോഴാ? അതൊക്കെ വലിയ കുട്ടിയാവുമ്പോ. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ ഒന്നും വേറൊന്നുമില്ല. അത് അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും. അത് തന്നെ. ശ്വേത, ഇതിങ്ങനെ അവിടെ ഇവിടെ ഇടാനൊന്നും പറ്റത്തില്ല. കുട്ടികളുള്ള വീടാ. നിനക്കിത് എവിടെയെങ്കിലും ഒതുക്കി വെച്ചൂടെ? ഇത് ആരുടെ ഇന്ന് രാവിലെ വാങ്ങിക്കൊണ്ട് വന്നേണമ്മേ. നീ എന്തിനാ അവനെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കുന്നേ? എനിക്ക് തുടക്കാവുന്നത് പോലും അറിയിക്കാതെ അവനെ ഞാൻ വളർത്തിയത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്താ ഇങ്ങനെ? ഛേ, പുല്ല്, പെണ്ണായിട്ട് പറക്കണ്ടായിരുന്നു. ഹലോ അരുൺ, എനിക്ക് നല്ല വയറുവേദനയുണ്ട്. ചൂട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അമ്മയാണെങ്കിൽ എന്നെ അടുക്കളയിലോട്ടും കയറ്റുന്നില്ല. ശ്വേത, നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും. എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറാൻ നിൽക്കുമോ? ഞാൻ വിളിക്കാം കേട്ടോ, ഇതൊക്കെ കഴിയട്ടെ. ഇത് പിള്ളേടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ? ശ്ശ്. ശ്വേത, നീ ഉറങ്ങിയല്ലേ? ഇനി അവിടെ ഇവിടെയും കയറി തൊട്ടേക്കത്. പോയി കുളിച്ചിട്ട് വേഷം മാറി വന്നാ മതി. അമ്മ, എനിക്ക് ഒന്നാതിരിക്കാനും നടക്കാനും നിൽക്കാനും ഒന്നും വയ്യ. ഇതൊക്കെ മറുപടി പറയാനുള്ള എനർജി പോലും എനിക്കില്ല. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. എന്തോ വലിയ മാറാരോഗം പിടിപെട്ട പോലെയാണല്ലോ നീ കാണിക്കുന്നത്. ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് തന്നെയാ വന്നത്. വൃത്തിയില്ല, മെനയില്ല. ഞാനൊക്കെയാണ് എന്റെ ഭർത്താവിന്റെ മുഖത്ത് പോലും നോക്കൂലായിരുന്നു. അവൾ കട്ടിൽ കയറി കിടക്കുന്നവന്റെ കൂടെ അവനെ അശുദ്ധിയാക്കി. ഇവിടെ കുറെ ചിട്ടുകളൊക്കെ ഉണ്ട്, അതനുസരിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോടി, കുളി കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പൊ ഈ കുടുംബത്തിന് സമാധാനം ഉണ്ടാവും, ഞങ്ങൾക്ക് ഒരു ദോഷവും വരത്തൂല്ല. എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇനി എനിക്ക് വയ്യ, ഞാൻ പോയി തരാം. മതിയോ? അയ്യോ, എന്റെ കാലേ! ആരാണ് ഈ പായ ഇവിടെ കൊണ്ടിട്ടത്? അയ്യോ, എന്റെ കാലേ! അയ്യോ, അയ്യോ, എന്റെ കാലേ! അയ്യോ അമ്മ, ഞാൻ പിടിച്ച് എഴുന്നേപ്പിക്കട്ടോ? എന്ത് ചോദ്യാണ് ഇവന്ന് പിടിക്കടി? ഞാൻ മയങ്ങി പോയില്ലേ അമ്മ? കുളിക്കാതെ തൊടാമോ? അയ്യോ, എന്റെ ഇനിയിപ്പോ ഒന്ന് വെള്ളം ചൂടാക്കി പിടിച്ച വേദന കുറയും അമ്മ. എന്നാ പിന്നെ പോയി വെള്ളം ചൂടാക്ക്. അപ്പൊ ഞാൻ അടുക്കള കയറട്ടാ? എനിക്ക് ഹോട്ട് ബാഗിൽ കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു. ഹലോ, യെസ് യെസ്, യെസ്, ആയിരിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ. ആരാ ശ്വേത? നാളെ എനിക്കൊരു സ്ഥലം വരെ പോകണം. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ കറുപ്പാണല്ലോ. എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അയച്ചത്. സർ, ജോലിക്ക് വേണ്ടത് കഴിവല്ലേ, നിറമല്ലല്ലോ.
ശ്വേത, നമുക്ക് ക്ലയൻസിനെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രസൻറ്റബിൾ ആയിരിക്കണം. ഡാർക്ക് ഷെയ്ഡുള്ള എന്തെങ്കിലും ഒന്ന് ശ്വേതയ്ക്ക് ഈ ഓഫീസിൽ കാണാൻ പറ്റുന്നുണ്ട്. വൈറ്റ് ഈസ് ഓൾവേസ് ബ്രൈറ്റ്. എവറിഥിങ് ഇൻ ദിസ് ഓഫീസ് ഷുഡ് ബി ബ്രൈറ്റ്. അതെനിക്ക് നിർബന്ധമാണ്. സർ, പ്രസന്റബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കുക, ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടായിരിക്കുക, ഇതൊക്കെയല്ലേ? സ്കിൻ ടോണിലാണോ അതൊക്കെ? നമ്മളിവിടെ തർക്കിക്കാതല്ല വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നവർ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ശ്വേതയ്ക്ക് പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. താൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, നല്ല സ്കിൽസും ഉണ്ട്, ക്വാളിഫിക്കേഷൻസും ഉണ്ട്. താനൊരു മേക്ക് ഓവറൊക്കെ ചെയ്ത് അടുത്തിടെ വന്ന് നോക്ക്. അത്യാവശ്യം ലൈറ്റ് സ്കിന്നൊക്കെ ആവുകയാണെങ്കിൽ കൺസിഡർ ചെയ്യേ. എന്താ ശ്വേതയ്ക്ക് ഇത് ഓക്കെയാണോ? പക്ഷെ ഇവിടുത്തെ ജോലി എനിക്ക് വേണ്ടെങ്കിലോ? ഇപ്പം ഏത് കമ്പനി പോയാലും അവിടെയൊക്കെ ഇതൊക്കെ നോക്കും. എല്ലാവരും ചിന്താഗതിയിൽ മുന്നോട്ടൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നതാണ്. എല്ലാവരും നിങ്ങളെപ്പോലെയാണെങ്കിൽ ലോകത്ത് എല്ലാവർക്കും നിലനിൽപ്പുണ്ടാവില്ലല്ലോ സർ. ശരി, താങ്ക്സ് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എടോ, കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. എന്നിട്ട് എന്തായി? പ്രതീക്ഷ ഉണ്ടോ? ഇല്ല അരുൺ, അവർ ഡിമാൻഡൊക്കെ പറയുന്നു. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി. പോട്ടെ, നമുക്ക് വേറെ നോക്കാം. തനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ സാരല്ല. ശരി, ഞാൻ ഓഫീസെത്തി. നീ എന്തായാലും വീട്ടിൽ പോ. വൈകുന്നേരം കാണും. ശരി അരുൺ. സൂക്ഷിച്ചു പോട്ടാ. എടാ സോറി, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അത് നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാത്തത്. എവിടെ കുട്ടിയുടെ ഫോട്ടോ? എവിടെ ഫോട്ടോ? എന്താ കാണിക്കാൻ മടി? ഞാൻ നോക്കട്ടെ. കണ്ണൊന്നും കൊടുത്തില്ലടാ. വട്ടിയൊന്നുമില്ല, കാണിച്ചേ. ഇതാണോ? എന്താടാ? ഏയ് അല്ലടാ, നിൻ്റെ ലുക്കിനത് പോരല്ലോ. നിൻ്റെ സ്വപ്നങ്ങളെ കുട്ടിയത് ഈ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി. എടാ, പെട്ടെന്നായിരുന്നല്ല കല്യാണം. ഈ ജാതകത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. അതിങ്ങനെ നീണ്ടു പോവുമായിരുന്നു. അപ്പോൾ നല്ലൊരു ആലോചന വന്നപ്പോൾ അമ്മ നിർബന്ധിച്ചു, ഞാൻ അതിന് വഴങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ടാ, ക്യാഷും ഉണ്ട്. അപ്പോൾ സേഫ്. കോളേജിൽ ഐശ്വര്യ എന്ന് പറഞ്ഞ് നടന്ന ഹേമ നിനക്കറിയാല്ല. ആ അവള് പോലും വീണത് നിൻ്റെ മുമ്പിൽ. പക്ഷെ ആ അവള് പോലും ഞെട്ടുവളിയാ നീ ഇവളെ കെട്ടിയെന്നറിഞ്ഞ. ഹേമയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഈ തൊലിവെളുപ്പുള്ള പെമ്പിള്ളേര് ഈ തൊലിവെളുപ്പിൻ്റെ ബലത്തിൽ വേറെ ആരെങ്കിലും കാണുമ്പം അവരുടെ കൂടെ പോകും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കാലിൻ്റെ കീഴിൽ കിടന്നോളും. നമ്മുടെ കൂടെ പഠിച്ച ശരത്ത് പറയുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഈ കറുത്ത കുട്ടികളാണ് ലോങ് ടേം റിലേഷൻഷിപ്പിന് നല്ലതെന്ന്. ലുക്കിലൊന്നൊരു കാര്യമില്ലെങ്കിൽ അത് വേണ്ടി വരുന്ന സമയമുണ്ട്. പിന്നെ എൻ്റെ വൈഫിനെന്ത് കൊണ്ടുവരും ഓഫീസിൽ? അവൾ കുറച്ച് തിരക്കിലായിപ്പോയി ആദർശം. ഒരു ദിവസം കൊണ്ടുവരാം. കൊണ്ടുപോവാ. ഞാൻ ഇവിടെ നിൻ്റെ ഓഫീസിലൊരു ഡോക്യുമെൻ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അതിനാ വന്നത്. പിന്നെ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നീ ആരടുത്തും പറയാതെ കല്യാണം കഴിച്ചല്ലേ? അത് നീ ഇങ്ങനെ മതി. ഇപ്പം നേരിട്ട് കണ്ടില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും എല്ലാം വാട്സപ്പിൽ കൂടെ അറിയാമല്ലോ. അത് ഇവനെങ്ങനെ ഉണ്ട്? ഞാൻ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റ് ഇട്ട സാധനമാണ്. പക്ഷെ എന്ത് പറ്റി ഇപ്പം ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടാൻ? അല്ല, അവളെ ഫോട്ടോയിൽ കാണാണ്ടല്ലാണെന്നേ ഉള്ളൂ. നേരിട്ട് കാണാൻ അങ്ങനെയല്ല. ഒന്ന് പോടാ. ഇന്ന് അവൾ എൻ്റെ ഓഫീസിലാണ് ഇൻ്റർവ്യൂവിന് വന്നത്. നിറമില്ലെന്നത് പോട്ടെ, കാണാനൊരു കോലം ഇല്ലെന്ന് പറഞ്ഞ് അവർ ഇറക്കി വിട്ടു. നീ വല്ല ഫേസ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സോ പറഞ്ഞുകൂടെ? ചേട്ടാ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കണം കേട്ടോ. എന്തോ വരുന്നത്? കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സാണ്. നമ്മുടെ ഈ തൊലിയിൽ ചുളി ഒന്നും വരാതിരിക്കാനും മുഖക്കുരു ഒന്നും വരാതിരിക്കാനും കാണുന്നത്. ശരി. അരുണിന് എന്തു പറ്റി? എന്തോ പ്രശ്നമുള്ളോ അല്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഈ തടിയൊക്കെ കുറച്ച് ഒന്ന് ഫിറ്റ് ആവണം. നമുക്ക് ജിമ്മിൽ പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഓഫീസിൽ എല്ലാവരും എനിക്ക് വയറൊക്കെ ചാടി എന്ന് പറഞ്ഞ് കളിയാക്കുക. അതുണ്ടോ, വേറൊന്നുമല്ല. നീ ഇതൊക്കെ നോക്ക്, കുറേ സാധനങ്ങളുണ്ട്. കോളേജിൽ ഐശ്വര്യ എന്ന് പറഞ്ഞ് നടന്ന ഹേമ നിനക്കറിയാതെ. ആ അവള് പോലും വീണത് നിൻ്റെ മുമ്പിൽ. ആ അവള് പോലും ഞെട്ടുവളിയാ നീ ഇവളെ കെട്ടിയെന്നറിഞ്ഞ. ശ്വേത, അരുണെന്താ വിളിച്ചേ? അതെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോട്ടോസൊക്കെ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം. എന്തിന്? എൻ്റെ അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്തിട്ട് എല്ലാവർക്കും പൈസയൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇനി അവരുടെ കയ്യിൽ ഫോട്ടോ കിട്ടി അവരെല്ലാം മിസ്യൂസ് ചെയ്താലോ? അത് ഫോട്ടോസിനെ ബാധിക്കോ? അതൊക്കെ നമ്മൾ നോക്കുന്ന എന്തിന്? നീ എന്തായാലും എല്ലാം ഡിലീറ്റ് ചെയ്തേക്ക്. ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, നീ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.
ക്ലിയർ ചെയ്തേ. അരുൺ എന്തിനാ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നേ? ശ്വേത, നിനക്ക് ലൈറ്റ് കളറുള്ള ഡ്രസ്സേ ചേരുള്ളൂ. ഡാർക്ക് കളേഴ്സ് ഒന്നും എനിക്ക് ചേരുന്നില്ല. അരുൺ എന്നെ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഔട്ടിങ്ങിന് ഞാൻ എടുത്ത ബ്ലാക്ക്സ് ആയിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന്. എന്നിട്ടിപ്പം അത് ശ്വേത, എനിക്ക് ഇപ്പോഴല്ല നിന്നെ അടുത്തറിയാൻ പറ്റുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് ലൈറ്റ് കളേഴ്സ് ആണ് ബെറ്റർ. അരുൺ, ഇന്ന് വൈകുന്നേരമല്ലേ നമ്മൾ സിനിമയ്ക്ക് പോകുന്നേ? അത് ഞാൻ ക്യാൻസൽ ചെയ്ത് ശ്വേത. ക്യാൻസൽ ആക്കിയോ? അരുൺ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കാണണം എന്ന സിനിമ. അരുണും പറഞ്ഞല്ലേ ഒരുമിച്ച് പോവാന്ന്. എന്തിനാ ക്യാൻസൽ ചെയ്തത്? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഞായറാഴ്ചയോ? അൺഒഫീഷ്യൽ മീറ്റിംഗ്. എന്താണ് നീ അവളെ കല്യാണത്തിന് കൊണ്ടുപോകാൻ തരുന്നത്? ഒന്നുമില്ലമ്മ, ഓഫീസിൽ എല്ലാവരും വരുന്ന കല്യാണമായിരുന്നു. അതുകൊണ്ട് എന്താ അവളെ കൊണ്ടുപോയാ? നിനക്ക് നാണക്കേടുണ്ടല്ലേ? നാണക്കേടൊന്നുമില്ല. പിന്നെ ഈ ഓഫീസിൽ നിന്ന് വരുന്നവര് അതും ഇതൊക്കെ പറയും. വെറുതെ എന്തിനാ ഞാൻ കല്യാണത്തിന് പോയെന്നുള്ള കാര്യം അവളുടെ അടുത്ത് പറയല്ലേ. പിന്നെ നിന്റെ ഓഫീസിൽ അതുലിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. ഒരു കോലമില്ലാത്ത ഒരു പെണ്ണിനെയാണോ നിങ്ങൾക്ക് മരുമോളായി കിട്ടിയെന്ന് ചോദിച്ചു. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അമ്മ അത് പതുക്കെ പറ, അവള് കേൾക്കും. കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ, എനിക്കെന്താ. ഇത് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫോട്ടോസൊക്കെ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം. നിനക്ക് ലൈറ്റ് കളറുള്ള ഡ്രസ്സേ ചേരുള്ളൂ. ഇന്ന് വൈകുന്നേരമല്ലേ നമ്മൾ സിനിമയ്ക്ക് പോകുന്നേ? അത് ഞാൻ ക്യാൻസൽ ചെയ്ത് ശ്വേത. എല്ലാവരും ചിന്താഗതിയിൽ മുന്നോട്ടൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ ഉള്ളിലൊതുക്കി അഭിനയിക്കുന്നതാണ്. അരുൺ തന്നെ അണ്ണേ? ഒന്നുമില്ല, ചുമ്മാ കുറച്ച് വീഡിയോസ്. അരുണ് അന്ന് പറഞ്ഞ പോലെ എന്നെ ഇപ്പൊ കാണുമ്പോഴും കൺട്രോൾ പോകുന്നുണ്ടോ? ഉണ്ടല്ലോ, പക്ഷെ നിനക്ക് പീരീഡ്സ് അല്ലേ? അതൊക്കെ കഴിഞ്ഞു. ഏയ്, അതൊന്നും ശരിയാവില്ല. അരുൺ വിട്ടു ശ്വേത, എനിക്ക് അതിനുള്ളൊരു മനഃശാസ്ത്രമൊന്നുമല്ല. ആന വന്നേ ഒന്ന് നോക്കിയിട്ട് പറ്റും. അവർക്ക് കിന്നിരിക്കാനുള്ള സമയം. അരുൺ, സുഖാണോ? എന്നെ ഓർമ്മയുണ്ടോ? എന്നെ എത്ര നാളായി കണ്ടിട്ട്? ഹേമ, താനെന്താ ഇവിടെ? ഞാൻ എൻ്റെ കല്യാണം വിളിക്കാൻ വന്നാടോ. ആട്ടെ, ആരാ കക്ഷി? കാണിച്ചു തരാലോ. നീ ചുമ്മാ എന്നെ പ്രായം ചെയ്യല്ലേ. ഇവരെ എന്താ അരുൺ, ഈ ലുക്കൊക്കെ ജഡ്ജ് ചെയ്യാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ലേ? ഭാഗ്യം. ആളെ നിന്നെ പോലൊന്നും അല്ല അരുൺ, നല്ല പോസിറ്റീവാ. ഇതാരാ അരുൺ? അരുണിൻ്റെ വൈഫാണോ? അതെ. നിങ്ങളിരിക്കും, ഞാൻ ചായ എടുക്കാം. അരുൺ, നീ എന്താ എനിക്ക് വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്നേ? അതിന് എനിക്ക് തോന്നണ്ടേ, അവക്ക് നിന്റെ അത്രയും നിറം പോലെ ഒന്നും ഇല്ലല്ലോ. നിനക്കൊരു മാറ്റം ഇല്ലല്ലോ അരുൺ. കാലം എത്ര മാറിയാലും നീ തന്നെ. ആ കുട്ടി എങ്ങനെ നിന്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോയത് എൻ്റെ തൊലിവെളുപ്പിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അതല്ല സത്യം എന്നുള്ളത് നിനക്കും അറിയാം, എനിക്കും അറിയാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അരുൺ. എനിക്കിനി പാസ്റ്റ് ഒന്നും എടുത്ത് ചെയ്യാനും വയ്യ. നീയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഒരു പഴയ ഗേൾഫ്രണ്ടിൻ്റെ അഡ്വൈസാണെന്നും കരുതണ്ട. പക്ഷേ ഈ തോട്ട്സൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു അരുൺ. നല്ലൊരു മനുഷ്യനായിട്ട് ഇനിയെങ്കിലും ജീവിക്കണം. ശരി അരുൺ, ഞാൻ ഇറങ്ങുക. കല്യാണത്തിന് വരണേ. ശ്വേത, ചിലപ്പം ഇവൻ കൂടെ കൂട്ടണമെന്നില്ല, എന്നാലും ശ്വേത വരണേ കേട്ടോ. ശരി, ഇറങ്ങുക. അരുൺ എന്താ ഹേമ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഉത്തരവല്ലാതായി പോയത്? അത് ശ്വേത, പെട്ടെന്ന് അരുൺ, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. കുട്ടിക്കാലം മുതൽ ഇതിന്റെ പല വേർഷൻസ് കണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അരുൺ ഒരു സ്ട്രേഞ്ചർ അല്ല. എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ജീവിക്കേണ്ട ആളാ. ഇങ്ങനെ ഒഴിവാക്കുന്നത് കണ്ട് കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. 4 ഫ്രണ്ട്സ് ചേർന്നൊരു സെൽഫി എടുത്താൽ ഞാൻ ഉൾപ്പെട്ട ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല.
സ്കൂളിലെ പ്രോഗ്രാംസ് തൊട്ട് പെണ്ണ് കാണാൻ വരുന്ന പയ്യന്മാർ വരെ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അരുണിന് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പം തോന്നുന്നു ജാതകദോഷം കാരണം കെട്ടാൻ ഏതെങ്കിലും ഒരുത്തി അതായിരുന്നു ഞാനെന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. നമ്മുടെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്കും അറിയാം. അരുൺ എന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ട. എന്നൊന്നും ഇങ്ങനെ ജീവിക്കാനും അഭിനയിക്കാനും ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ പിരിയുന്നതാണ് നല്ലത്. അരുൺ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല ശ്വേത, ഓരോരുത്തർ ഓരോന്നും പറഞ്ഞപ്പോൾ ഐ എം സോറി. എൻ്റെ ഭാഗത്താ തെറ്റ്. നമ്മൾ പിരിയാൻ പോകുന്നതിൻ്റെ കാരണം ഇതാണെന്ന് ഞാൻ ആരുടെ പറയില്ല. അതോർത്ത് അരുൺ വിഷമിക്കണ്ട. എനിക്ക് കുറച്ച് സമയം താ, ഞാൻ തന്നെ പൊക്കോളാം. ആരാ? ശേതാ, സുഖല്ലേ? എൻ്റെ ഫേസ് ഉണ്ടോ അല്ല എൻ്റെ ചെയ്യുന്നേ? അറിയുമൊക്കെ? എടാ, അവന്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വരവും പോക്കൊന്നും അത്ര ശരിയല്ല. അവസാനം പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുമ്പോലെ കാണാൻ കൊള്ളൂലെങ്കിലും അവളെ റാഞ്ചിക്കൊണ്ട് പോയ പിന്നെ പേരദോഷമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവനെ കുറിച്ച് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ കുഞ്ഞിലെ നല്ല ഫ്രണ്ട്സാണ്. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഇത് അഭിഹിതമൊന്നും അല്ല. അല്ലെങ്കിൽ നിനക്കെങ്ങനെ അറിയാം? നീ ഒരു പൊട്ടനാ. ഓരോ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നീ കാണുന്നില്ലേ? അവരുടെ നിപ്പ് നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലേ അവർ തമ്മിൽ പണ്ടേ ഇഷ്ടമായിരുന്നെന്നാ തോന്നുന്നേ. എൻ്റെ പൊന്നമ്മ, അമ്മ ഇങ്ങനെ മൂട്ടി തരാതെ. നിന്നെ പറ്റ എന്നെക്കാൾ നിനക്കിപ്പോ വിശ്വാസം അവളെയാണല്ലോ. അനുഭവം വരുമ്പോൾ നീ പഠിച്ചോളൂടാ. യാദൃശ്ചികമായിട്ട് ഇവിടെ വീടിനടുത്ത് വരാനും ഇവിടെ തന്നെ ജോലി കിട്ടാനും അവളെ വന്ന് കാണാനും മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരല്ലേ? ഞാനും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചിരുന്നോ. എടാ, ഇന്നലെ രാവിലെ ഇവിടെ നടന്ന സംഭവം നിനക്കറിയാവോ? നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും. ഈ ചെറിയൊരു ഗ്യാപ്പ് വന്നതിൻ്റെ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തി പേടിക്കാൻ? വിനീതോ? ആ അമ്മേ, നീ പറ്റി? അല്ല, ഞാനൊരു സർപ്രൈസ് ആയിട്ട് വന്നതാ. എന്ത് സർപ്രൈസ്? ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു. ജോലിയില്ല ഓരോന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ജോലി സെറ്റാക്കി. അത് വിനീത ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അരുൺ അവൾക്ക് ഇവിടെ നല്ലൊരു ജോലി നോക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മേ? എവള് എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ശരിക്കും അരുൺ ലക്കിയാണ് അമ്മേ. ഇവളെ പോലെ ഒരു കുട്ടിയെ കിട്ടിയില്ലേ? ഇന്നത്തെ കാലത്ത് ഇവളെ പോലെ ഒരു കുട്ടിയെ കിട്ടാൻ വലിയ പാടാ. പിന്നെ ഇത്രയും ചെയ്തവർക്ക് ഇങ്ങനൊരു സഹായങ്ങളും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മോന് ഇവിടെ ഇത്രയും കാര്യമായിരുന്നോ? എനിക്ക് പിന്നെ മോനെ അങ്ങ് കെട്ടിക്കൂടായിരുന്നോ? എല്ലാം വിധി. പിന്നെ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയി അല്ലേ? ശ്വേത, താൻ എനിക്കൊരു ചാൻസ് കൂടി തരണം. അവന്മാരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചെൻ്റെ മനസ്സ് മാറിപ്പോയതാ. എൻ്റെ സ്വപ്നങ്ങളെ കുട്ടി അത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവളെ ഫോട്ടോയിൽ കാണാണ്ടല്ലാണെന്നേ ഉള്ളൂ. ഒന്ന് പോടാ. ഇന്നവൾ എൻ്റെ ഓഫീസിലാണ് ഇൻ്റർവ്യൂവിന് വന്നത്. കാണാനൊരു കോലം ഇല്ലെന്ന് പറഞ്ഞ് അവരിന്ന് ഇറക്കി വിട്ടു. ശ്വേത, നിനക്ക് ലൈറ്റ് കളറുള്ള ഡ്രസ്സേ ചേരുള്ളൂ. ഡാർക്ക് കളേഴ്സ് ഒന്നും എനിക്ക് ചേരുന്നില്ല. ഇന്ന് വൈകുന്നേരം അല്ലേ നമ്മൾ സിനിമയ്ക്ക് വന്നേ? അത് ഞാൻ ക്യാൻസൽ ചെയ്തു ശ്വേത. എന്താണ് നീ അവളെ കല്യാണത്തിന് കൊണ്ടുപോകാതിരുന്നത്? ഓഫീസിൽ എല്ലാവരും വരുന്ന കല്യാണമായിരുന്നു, അതുകൊണ്ട് വിട്ടു ശ്വേത. എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയൊന്നുമല്ല. ഇതാരാരു? അരുണിന്റെ വൈഫാണോ? അതെ. അരുൺ എന്താ ഹേമ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഉത്തരവല്ലാതായി പോയത്? ശ്വേത, പെട്ടെന്ന് അരുൺ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. അരുൺ എന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ട. എന്നൊന്നും ഇങ്ങനെ ജീവിക്കാനും അഭിനയിക്കാനും ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ പിരിയുന്നതാണ് നല്ലത്. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. നീ എന്നോട് ചോദിച്ചില്ലേ എൻ്റെ ആ പഴയ ഫീലിങ്സിനെ കുറിച്ച്? എനിക്കത് ഇപ്പോഴും നിന്നോടുണ്ട്. എന്നെ തൊടാനുള്ള ഒരു യോഗ്യത അരുണിനില്ല. തൻ്റെ എക്സ് ഹേമയോട് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. ആ കുട്ടിക്ക് താനൊരു ട്രോമയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കൂടെ ജീവിക്കുന്ന ആളുടെ സ്വഭാവമല്ല, അവരുടെ സൗന്ദര്യമാണ് താൻ നോക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അരുണിന് പറ്റുന്ന ആളല്ല ഞാൻ. എനിക്ക് പറ്റുന്ന ആളും അല്ല അരുൺ. എടാ, പണ്ടൊരു അറിവില്ലാത്ത അരുണുണ്ടായിരുന്നു. അവനെങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അല്ല. നമ്മളൊരു ലൈഫ് തുടങ്ങുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ അതില്ലാണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്ക് എത്ര സമയം വേണമെങ്കിലും തരാം. ഐ എം സോറി, എന്നെ വിട്ട് പോരുത്. അതെ, എനിക്ക് ഈ ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല.
രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഇവക്ക് ഇവളുടെ ഉടുപ്പെങ്കിൽ നേരെ പിടിച്ചിട്ടൂടെ? എങ്ങോട്ടാ നീ ഒരുങ്ങി കെട്ടി? പുറത്തോട്ട് അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, കുളിച്ച് വന്നതാ. ഫുഡ് ഉണ്ടാക്കണ്ടേ? അതെ, നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഈ അടുക്കള കയറുന്ന രീതി ഉണ്ടല്ലോ, അത് സീരിയലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ കീറിയത് മുഷിഞ്ഞതായിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടുണ്ടാ നിൽക്കുന്നത്. ഇത് വേറെന്തോ ഉദ്ദേശത്തിൽ ആരെയൊക്കെയോ കാണിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതിനാരാ അമ്മ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ഓ, നീ വലിയ അഭിനയക്കാരിയാണല്ലോ. ഈ ഇടയായിട്ട് ഇവിടെ അതിഥികളുടെ എണ്ണം കുറച്ച് കൂടുതലാ, അതും ആണതിഥികൾ. അമ്മ വിനീതിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് അവനെ കുട്ടിക്കാലം മുതലേ അറിയാം. എന്റെ വളർച്ച അവനും അവന്റെ വളർച്ച ഞാനും കണ്ടിട്ടുണ്ട്. അവന്റെ കുടുംബത്തിന് എന്റെ അച്ഛൻ പല സമയങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. അതിന്റെ നന്ദിയാ അവന്. എന്നെ അവനെയും അമ്മ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കണ്ട. ഓ, ഒരു സത്യഭാമ. വളർച്ചയെല്ലാം കണ്ട് വളർന്നതിന്റെ പ്രശ്നം ഇതൊക്കെ. കുഞ്ഞിലത്തെ പോലെയല്ല, വലുതാവുമ്പോഴേ മറക്കേണ്ടതെല്ലാം മറയ്ക്കണം. ഞാനൊക്കെ ആണെങ്കിലേ ആണുങ്ങൾ വീട്ടിൽ വന്ന ഓടിപ്പോയി തോർത്തെങ്കിലും എടുത്തിട്ട് മറക്കേണ്ടതെല്ലാം മറിച്ചിട്ട് വന്ന ഉമ്മർത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ളവന്മാരൊക്കെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കും. ഈ അഴിച്ചുവിട്ട് വളർത്തിയതിന്റെ ദോഷങ്ങളാ ഇതൊക്കെ. ഒരു ഷോൾ ഇട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതങ്ങ് ഇട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ പോവാൻ നിൽക്കുക. എന്താ ഇത്? ഏവനെ വന്നത്? എനിക്കൊരു പാഴ്സൽ വന്നതാ അമ്മൻ. പാഴ്സലോ? ഓ, വല്ലവന്മാരുടെ സ്നേഹസമ്മാനമായിരിക്കും. ആണുങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്ത കുടുംബമാണല്ലോ നിന്റേത്. ആ, പൊട്ടിക്ക് കാണട്ടെ. എന്തിനാ? പിന്നെ എന്റെ വീട്ടിലേക്ക് നീ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് എനിക്ക് കാണണ്ടേ? എന്റെ കാശിന് എനിക്ക് ഇഷ്ടമുള്ള ഒന്നും വാങ്ങിക്കൂടെ? ഓ, അങ്ങനെയായോ? നിന്ന് പ്രസംഗിക്കാതെ പൊട്ടിക്കടി. ഇല്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കായോ? ഒന്ന് കാണിച്ചു തരാം. നീ ഡോർ തുറക്കേ. ശ്വേത, 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 വീണ്ടും മതി. ശ്വേത, ശ്വേത, ശ്വേത. ആ, നീയോ? നീ എന്താ ഇവിടെ? അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ആ, അമ്മ, എൻ്റെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ശ്വേതയെ കണ്ടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോനെ, അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. നിങ്ങൾ കളിക്കൂട്ടുകാരൊക്കെ ആയിരിക്കാം, പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് ശരിയാണോ? ആൾക്കാർ ശ്രദ്ധിക്കില്ലേ? ചീത്തപ്പേരാവും. ഞങ്ങൾ ഇവിടെ നിലയും വിലയുള്ള ഒരു കുടുംബ. ഞങ്ങൾക്ക് നാണക്കേടാ ആൾക്കാർ ഓരോന്ന് പറഞ്ഞാല്. അതുകൊണ്ട് മോനൊന്ന് അറിഞ്ഞ് പെരുമാറണമെന്നേ അമ്മ പറയുള്ളൂ. എന്നാൽ ശരി അമ്മേ, ഞാൻ ശ്വേതയെ വിളിച്ചോ. ശരി. ഹലോ അരുൺ. ശ്വേത, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. ഇന്നൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, പക്ഷെ ഞാൻ ഫയൽ അവിടെ വെച്ച് മറന്നുപോയി. നിനക്ക് അതൊന്ന് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുമോ? ഫ്രീ ആണ്, വരാം. ഫയല് നമ്മുടെ അലമാരിയിൽ ഡ്രോയറിനകത്തിരിപ്പുണ്ട്. ആ, എടാ, പിന്നെ വരുമ്പോൾ ഒരു സിനിമയ്ക്ക് ആ, അരുണേ, ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ. രണ്ടിനെയും കൈയോടെ പൊക്കിയിട്ടുണ്ട്. രണ്ടും കൂടി ഇന്ന് ഒളിച്ചോടാനാ തീരുമാനം. നീ പെട്ടെന്ന് വാ, ഇന്ന് രണ്ടിലൊന്ന് അറിയണം. അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ? ഞാൻ കാണിച്ചതാണോ കുഴപ്പം? ഒരുത്തം വന്ന് യാത്ര പറയാനും ഒരുത്തി കൂടെ പോവാനും. ഞാൻ അവനെ ആട്ടി ഇറക്കി വിട്ടു. കാണാൻ ഒരു വായ്ക്ക് കൊള്ളയില്ല, കയ്യിലിരിപ്പോട്ട് ശരിയല്ല. ഒന്ന് നിർത്തമ്മ. അമ്മയ്ക്ക് എൻ്റെ സന്തോഷത്തെക്കാളും അവൾ കരയുന്നതും അവൾ ഇവിടുന്ന് പോകുന്നതും കാണാനാണ് ആഗ്രഹം. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. അവക്കെ ആരെടുത്ത് മിണ്ടണ്ടേ? കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഒരു ആണിനോട് സംസാരിച്ച അതെങ്ങനെയാ അമ്മയെ അവിഹിതമാവുന്നേ? ഇതോടെ അമ്മയെ നിർത്തിക്കണം. അമ്മ ഇവളെ എത്ര ഉപദ്രവിച്ചിട്ടും ഒരു പരാതി പോലും അമ്മയെക്കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് അമ്മയുടെ പുറപ്പാടെങ്കിൽ ഈ വീട്ടിൽ ഒന്നുകിൽ ഞാനും ഇവളും കാണും,
അല്ലെങ്കിൽ അമ്മ കാണും. മനസ്സിലായല്ലോ? എടോ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ പ്രായത്തിൻ്റെ കാലത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ ആകെ പേടിച്ചു പോയി. സോറി ശ്വേത. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ തനിക്ക് വേണ്ടി ഒരു ജോലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അടുത്ത ആഴ്ച തൊട്ട് തനിക്ക് അവിടെ ജോയിൻ ചെയ്യാം. വേണ്ട അരുൺ. വിനീത് ശരിയാക്കി തന്ന ജോലിക്ക് നീ പോകാൻ പോവാണോ? ഇല്ല, ആരുടെ സഹായം ഇല്ലാതെ എൻ്റെ കഴിവ് വെച്ചൊരു ജോലി ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ശരി, അത് തൻ്റെ ഇഷ്ടം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. പിന്നെ ശ്വേത, നിനക്കെന്നെ ഫോർഗീവ് ചെയ്തൂടെ? വിൽ യു ഗിവ് മീ എ ചാൻസ്? വിൽ യു ഫോർഗീവ് മീ പ്ലീസ്?